ആ ജോലി നീ എന്റെ ഭർത്താവിന്റെ അച്ഛനെ നോക്കാൻ പരിചരിക്കേ. നമുക്ക് കിട്ടുന്ന കോടികളേക്കാൾ വലുതല്ലേ രാമ ഈ അച്ഛൻ. സ്നേഹം കൊണ്ടും പരിചരണം കൊണ്ടും ഈ വീൽചെയറിനെയും രോഗത്തെയും അച്ഛൻ തോൽപ്പിക്കുമെന്നും നമുക്കത് പരീക്ഷിക്കാം. അച്ഛാ, എനിക്ക് അവകാശമുണ്ട്. സ്നേഹത്തിന് പരിചരണത്തിന് വർണ്ണം ഒരു തടസ്സമാകില്ല. ആദിത്യ ഹൃദയം മോഹിച്ചു പണ്ടേ നവരത്ന കൂമ്പാരം താഴത്തു നിന്നും പൊങ്ങി നെല്ലിൽ കരിമുകിൽ കൂടാരം ആദിത്യ ഹൃദയം മോഹിച്ചു പണ്ടേ നവരത്ന കൂമ്പാരം താഴത്തു നിന്നും പൊങ്ങി നെല്ലിൽ കരിമുകിൽ കൂടാരം കൊതിച്ചതല്ലേലും വിധിച്ചതു ശേഷത്തിൽ കുന്നോളം സൗഭാഗ്യം കൊതിച്ചതല്ലേലും വിധിച്ചതു സ്നേഹത്തിൽ കുന്നോളം സൗഭാഗ്യം ഇത് കളവറ്റ കാരുണ്യം ഏറെ അളവറ്റ കാരുണ്യം ഇത്തിരിപ്പോന്നൊരു മിന്നാവിനുങ്ങി പത്തരമാറ്റിൻ പ്രഭാതം ഇത്തിരിപ്പോന്നൊരു മിന്നാവിനുങ്ങി പത്തരമാറ്റിൻ പ്രഭാതം ജാതി തോട്ടങ്ങൾ തീരും പ്രഭാതം കറുപ്പിന്റെ ഉള്ളിൽ നിറഞ്ഞത് വൈഡൂര്യരാഗപ്രകാശം പുതുയാറ്റുവേലപ്പുറ ഭൂപാതം ഏറെയാറ്റുനോട്ടെത്തിയ വാസന്തം ഇന്നത്തതും തനി പൊന്നെന്നറിയുമ്പോ കണ്ണീർ നിലാവിനു സായുജ്യം ഇന്നത്തതും തനി പൊന്നെന്നറിയുമ്പോ കണ്ണീർ നിലാവിനു സായുജ്യം ജാതി ചൊല്ലാത്ത കാറ്റിന്റെ ശരീരം തനി പൊന്നെന്നറിയുമ്പോ കണ്ണീർ നിലാവിന സായുജ്യം ജാതി ചൊല്ലാത്ത കാറ്റിന്റെ ശരീരം തൊട്ടുകൂടാത്തൊരു ചേരിലെ പൂവിന്റെ കൈനീട്ടമാണ് ഈ സൗലഭ്യം ഇത് മതമെന്ന മഞ്ഞൊരു ഹേമന്തം തീര മധുര
ഹൃദയത്തിൽ ചാലിച്ച ശ്രീരാഗം ആദിത്യ ഹൃദയം മോഹിച്ചു പന്നിൻ ഭരത പൂങ്കാരം താഴത്തു നിന്നും പൊങ്ങി നെല്ലി കരിമുടി കൂടാരം നിങ്ങളെല്ലാം കൂടെ കൂടി അനാഥാലയത്തിൽ കൂടെ തള്ളാൻ പോയതാണ്. 4 മാസത്തെ ശ്രദ്ധയും പരിചരണവും കൊണ്ട് അവൾ അങ്ങനെ നടത്തി. അതൊക്കെ വൈദ്യശാസ്ത്രത്തിന്റെ ഓരോ കഴിവാണ്. വൈദ്യശാസ്ത്രമല്ല, എന്ത് ശാസ്ത്രം എന്നാലും സമ്മതിച്ചു കൊടുക്കരുത്. ആ കൊച്ചു ജോലി രാജി വെച്ചിട്ട് വന്ന് തമ്പിയെ ഏറ്റെടുത്തില്ലെന്ന് എന്താ അതിനെ സ്ഥിതി? രാമു അവളെ കെട്ടിയെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു പുകില്? മലപ്പുറം കത്തി, കായംകുളം മാവ്, കത്തി ചെറിയ നമിട്ട്. എന്നിട്ടിപ്പോ എന്തായി? അമ്മേ, ഇപ്പൊ എല്ലാം ചൈനീസ് പടക്കം. തീയുമില്ല, പുകയുമില്ല, കാണാനും ചന്തം, അപകടവും ഇല്ല. നിരുപമയുടെ മോളെ കെട്ടിയിരുന്നെങ്കിലോ? അതൊക്കെ ഓരോ തലവരെയാണ്. അവരവനെ കൊണ്ടുപോയി ഉസ്ബെക്കിസ്ഥാനിൽ ഒരു ജോലി മേടിച്ചു കൊടുത്ത് അവിടെ താമസിപ്പിച്ചേനെ. തമ്പിയനെ രോഗികൾക്കും അനാഥർക്കും ഉള്ള ഏതെങ്കിലും നേഴ്സറി ചേർത്തേനെ. പിന്നെ അമ്മ വിദേശത്ത് കൊണ്ടുപോയി ഏതെങ്കിലും കാഴ്ച ഉങ്ങളായി കൊടുത്തേനെ. അവിടുത്തെ ജീവികളില്ലല്ലോ. ഏതായാലും ആ കീച്ചാതിക്കാരി ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഏത് നേരം നമ്പൂരി നമ്പൂരി എന്ന് പറഞ്ഞ് നടന്നവൻ ഇപ്പൊ പറയുന്നത് ജാതിയില്ലെന്നാണോ? ജാതി ഉണ്ടമ്മേ, നമ്മുടെ പറമ്പിൽ വഞ്ചാറക്കൂട്. അതൊരു മരത്തിന്റെ പേരാണ്. അല്ലാതെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന പോളൂരിന്റെ പേരല്ല. നെറ്റി തുറന്ന് ചങ്ങനക്കുറിയുടെ പേരുമല്ല. ജോനാവ് പറമ്പിൽ ഔസേപ്പ് മാപ്പിളയുടെ കഴുത്തേ കിടക്കുന്ന കൊന്തയുടെയോ പുരുഷന്റെയോ പേരുമല്ല. മാലയ്ക്കല് ഇബ്രാഹിം തലയെ കമത്തുന്ന തൊപ്പിയുടെ പേരുമല്ല. അത് ഈശ്വരനോട് അടുത്ത് നിൽക്കുന്ന മനുഷ്യന്റെ സ്വഭാവത്തിന്റെ പേരാണ്, പെരുമാറ്റത്തിന്റെ പേരാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയുന്നല്ലോ. അപ്പൊ ബുദ്ധിയോട് സംസാരിക്കാനും നിനക്കറിയാം. ഇത് ബുദ്ധിയല്ലേ, ഒരു സത്യമാണ്. ചേമ്പത്താളിനകത്ത് തേങ്ങയും പച്ചമുളകും ചുമന്നുള്ളിയൊക്കെ ചതച്ചിട്ട് ഞാൻ ഒരു തോരനുണ്ടാക്കി തരത്തില്ലയോ? അതുണ്ടാക്കാൻ ബുദ്ധി വേണം. നേരത്തെ പറഞ്ഞത് പറയാനേ, രാജാവിന് ഉടുമുണ്ടില്ലെന്ന് പറഞ്ഞ ബുദ്ധിയുടെ മനസ്സ് മതി. അല്ല നടന്ന് പിന്നെ ആരാടാ? തമ്പിയെ കെട്ടവരുമെന്ന് ഉറപ്പായപ്പോ പോയതാ. ഇതിന്റെ ഇപ്പോഴാ വരുന്നത്. അല്ലെങ്കിൽ വരത്തില്ലെന്നറിയാം. ഈ സാധനത്തേക്ക് ഒരു പരിധിക്കപ്പുറം താങ്ങാനൊക്കാത്തതുകൊണ്ടാ അവരിങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. അമ്മ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് ബലാലിക്കാൻ ഒക്കുമോ? ഈ ഇല്ലതക്കാരിയല്ല കേട്ടോ, ഭയങ്കര ഭാഗ്യമതി. അതുകൊണ്ടല്ലേ ഇത്ര മരുമകളെയൊക്കെ കിട്ടുന്നത്. അമ്മ, നിയമമായ ജർമ്മനിയിൽ ആരാണെന്ന് നിങ്ങൾക്കറിയാൻ മേത്ത കാര്യം അമ്മയ്ക്ക് എങ്ങനെ അറിയാം? എടാ, അവിടെ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയും. പരിതാപകരം വന്നോ? അമ്മയെ കൊണ്ടുപോയി അവിടേക്ക് ഒന്ന് കാണിക്കാം. അതിനുള്ള വിസയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മൂക്കി പഞ്ഞി വെച്ച് വീണ്ടും തുറന്ന് കിടന്നാ മതിയെന്ന്. അമ്മയെ നിയമമായ ചില സുപ്രധാന കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുക. ഏതായാലും കല്യാണം കഴിഞ്ഞാൽ പിന്നെ അളിയന് പ്രത്യേകിച്ചൊരു തീരുമാനം ഇല്ലല്ലോ. നിനക്ക് അടുക്കളയെ പണിയുന്നുണ്ട്. ഓർമ്മ ചെയ്ത് നിർത്തിട്ടിരിക്കാൻ ഞാൻ. അമ്മയെ ശാലിനിയുടെ വിവാഹം ഞങ്ങൾ തീരുമാനിച്ചു. നല്ല കുടുംബമാണോ മക്കളെ? ജാതകം പോലത്തൊക്കെ നോക്കിയോ? ചെറുക്കൻ ജർമ്മനിയിൽ തന്നെ. സായിപ്പാണോ? അവർക്ക് ഇഷ്ടപ്പെട്ടു. നിയമയുടെ അഭിപ്രായം അത് തന്നെ. അളിയന് പിന്നെ പ്രത്യേകിച്ചൊരു അഭിപ്രായം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്കൊക്കെയാണോ നല്ലത്? കക്കൂസി കയറിയിട്ട് വേറെടുത്ത് പിടിക്കുന്ന സായിപ്പാ. കൊച്ചന്റെ പേരെന്തുവാ മക്കളെ? അഗസ്റ്റസ്. ഓഹോ, ആകത്തിൽ ജനിച്ചത് കൊണ്ടാണ് നെയ്യിൽ ജനിക്കാൻ വേണ്ടി കോമണിലെന്ന് ഇടേണ്ടി വന്നേനെ. അളിയനെവിടെ?
ദിവസത്തിനൊരു പ്രത്യേകത. 8 മാസങ്ങൾക്ക് ശേഷം അച്ഛൻ ആദ്യമായി ജോലിക്ക് പോകുന്ന ദിവസമാണ്. അളിയൻ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലായി അല്ലേ? ഈ വിസ അത്ര പെട്ടെന്നൊന്നും ഈശ്വരൻ ക്ലോസ് ചെയ്യത്തില്ല. നന്നായി. അളിയൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിൽ സന്തോഷമില്ല. പിന്നെ രാമു അമ്മയെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകും. അതിനുള്ള പേപ്പേഴ്സ് കൊണ്ടാണ് ഞാൻ നോക്കിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബസ്വത്ത് അളിയനും നീമയ്ക്കും തുല്യ അവകാശത്തിലാണ്. അതായത് ഈക്വൽ ഷെയർ. അത് ഞങ്ങളുടെ ഷെയർ ഞങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചു. അവരുടെ ഷെയർ അവർ വിറ്റോട്ടെ അമ്മേ. അളിയനെ പോയിരുന്നു. ഇപ്പൊ എത്രയോ തനിയെ നടന്ന ക്ഷേത്രത്തിലൊക്കെ പോകാറായി അല്ലേ? എന്റെ ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളുടെയും ക്രെഡിറ്റ് ഈ മോക്കാറോ ഇവിടെ എന്റെ ഭാഗ്യമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ അത് നിങ്ങൾ അച്ഛന്റെ മകന്റെ ഭാഗ്യം. അതുകൊണ്ട് തന്നെ നിയമവകാശപ്പെട്ട സ്വത്തുക്കൾ ഞങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചു. മോള് വിവാഹം കഴിച്ച് അവിടെ സെറ്റിൽ ആകുമ്പോ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ പിന്നെ വീട്ടേക്കേണ്ട കാര്യമെന്താ? ഒരു അക്കാര്യം മാന്യമായി വിലകാൻ സംഭവിച്ചിട്ടുണ്ട്. അവർക്കത് റിസോർട്ടാക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് ജോലിക്ക് ചോദിച്ചാൽ തീരുമാനിച്ചതല്ലേ, ഇനി വൈകണ്ട. വന്നേ. സാഹചര്യങ്ങൾ അങ്ങനെയായത് ഞങ്ങൾ കുഴപ്പമുണ്ടാണോ? നൂറ്റാണ്ടുകൊണ്ട് പഴമയും പാരമ്പര്യമുള്ള ഈ തറവാട് അതിനോട് വികാരം അവകാശമാണ് മക്കളെ. വിൽക്കുന്നത് വിഷമാണെങ്കിൽ കാര്യം ചെയ്യാം. അളിയന്റെ പകുതി അവകാശം ഞങ്ങൾക്ക് എഴുതി തരട്ടെ. വെറുതെ വേണ്ട, നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ പേര് കൊടുക്കാം. എങ്ങനെ എങ്ങനെ എങ്ങനെ? ഇതൊന്നും എന്റെ അഭിപ്രായമല്ല, നിയമയുടെ അഭിപ്രായമാണ്. ഇത്രയും കാലം അമ്മയോ ഓർത്ത ഒരു അവകാശവും ചോദിക്കാതെ ഞങ്ങളായിട്ട് ഇനി എന്തിന് അവകാശം കാണിക്കണം? ഇത്രയുമൊക്കെ ചതിച്ചിട്ടും മാനം കെടുത്തിയിട്ടും ഇതുവരെ ശ്രമിച്ചാൽ പോലെ ഇനിയൊരു തീരുമാനം ഉണ്ടാകും. ഇന്നൊക്കെ 20 പക്കം അമ്മയും കൂട്ടി മടങ്ങും ഞാൻ. അതിനു മുമ്പ് ഒന്നുകിൽ വിൽക്കും, അല്ലെങ്കിൽ കാശ് വാങ്ങി നിങ്ങളോട് നടക്കണം. അമ്മാവനൊരു കാര്യം പറയാതിരിക്കും. നിങ്ങളെയൊക്കെ സ്വപ്നങ്ങൾ തകർത്തതിന് മാപ്പ് ചോദിക്കാം. ഈ കുടുംബത്തിന്റെ പാരമ്പര്യം, സംസ്കാരം അത് നൂറ്റാണ്ടുകളുടെ പഴക്കമോ ജാതിയുടെ അഹങ്കാരമോ പറഞ്ഞ് നിലനിർത്തുന്നതല്ല. പണ്ട് ക്ഷേത്രപ്രവേശനം ആവശ്യപ്പെട്ട് സമരം ചെയ്ത മാന്യദേഹം ആദ്യം ചെയ്തെന്നറിയും. സ്വന്തം കുടുംബക്ഷേത്രം സാധാരണക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്ത് അവരോടൊപ്പം നിന്ന് തൊഴുതു മാത്രം കഴിക്കരുത്. കേട്ടുള്ള ക്ഷേത്രം നിങ്ങളുടെ അവകാശത്തിന്റെ പേരിൽ ഞാൻ തരും. ആര് പറയുന്നതിനേക്കാളും 1 രൂപ കൂടുതൽ ഈ വീട് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് സ്വന്തമാക്കാനല്ല, നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു വിളക്ക് വെച്ച് കാത്തിരിക്കും. മുത്തശ്ശി എന്ന് പറയുന്നു, ഞാൻ ഈ മോളുടെ നെറുകയിൽ ഒരു ഉമ്മ കൊടുക്കട്ടെ. എന്താണ് കുഴപ്പം? ഇദ്ദേഹം പാടത്ത് മണിയിൽ തത്വാനിച്ച് പഠിപ്പിച്ചു വളർത്തിയ മോള്. ബാങ്കുകളിലെടുത്തും വ്യാപാരം പറയപ്പെടുത്തിയ മോളെ പഠിപ്പിച്ചത്. പ്രതിവർഷം 2 കോടി രൂപ ശമ്പളം പറഞ്ഞ് കരാറപ്പെട്ട ജോലിയാണ് എനിക്ക് വേണ്ടി ഈ മോൾ ഉപേക്ഷിച്ചത്. ഇന്നും ഈ മനുഷ്യൻ അധ്വാനിച്ചാൽ ആ ലോൺ അടയ്ക്കുന്നത്. ഇവിടെ എന്റെ വീഴ്ചയുടെ കരം പിടിച്ചപ്പോ, എന്റെ വൈകാരികയുടെ ഭാരം താങ്ങിയപ്പോ ഞാൻ സ്നേഹത്തിന്റെ വിലയെന്തെന്നറിഞ്ഞു. ജന്മം കൊടുത്ത മകനേക്കാളും പെട്ടെന്നേക്കാളും കരുതലും കാരുണ്യവും കൊണ്ട് എന്റെ ജീവന് കാവൽ നിന്നു ഈ മോള്. എന്റെ ഭാഗ്യമാണോ? ഞാൻ ഈ ജന്മത്തെ പരിചയപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ ജാതി അതിവളാണ്. ജാതി ഒരു സംസ്കാരമാണ്, പെരുമാറ്റമാണ്, സ്നേഹമാണ്. ഞാൻ ജർമ്മനിക്കൊന്നും വരുന്നില്ല. അതെന്താ മുത്തശ്ശി, സന്തോഷമേ ഉള്ളൂ. അച്ഛാ, ഇന്ന് ചാന്തെടുക്കുന്ന സാക്ഷികളാകാൻ പത്രക്കാരനെ ക്ഷണിച്ചിട്ടുണ്ട്. നമുക്കറിയാം. അന്ന് ഗംഗാചരം തെളിച്ചപ്പോ
അത് ചാണകവെള്ളമാണെന്ന് റിപ്പോർട്ട് ചെയ്ത പത്രക്കാരുടെ മുന്നിലേക്ക് ഞാൻ ഏത് മാനസിക സംഘർഷം അനുഭവിച്ചപ്പോഴും ഒരു വഴി തിരിച്ചു കൊടുക്കാൻ തയ്യാറാകാതിരുന്ന പത്രക്കാരുടെ മുന്നിലേക്കല്ലേ പോകാം. ഈ മകൾ വലം നെഞ്ചിച്ച് അധ്വാനിച്ച് പഠിപ്പിച്ച് സ്നേഹവും സംസ്കാരമുള്ള മകളാക്കി വളർത്തിയ ഈ അച്ഛനോടൊപ്പം ഞാൻ ഓഫീസിലേക്ക് പോകും. ഞാൻ കണ്ടെത്തിയ സംസ്കാരത്തിന്റെ ശുദ്ധികലശങ്ങൾ ഇവിടാണെന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. അതിനാർക്കും സാക്ഷികളാകാം, പങ്കാളിയാകാം. നമ്മൾ കാലത്ത് മുന്നോട്ട് നയിക്കേണ്ടവരാണ്, ചരിത്രത്തെ മുന്നോട്ട് നയിക്കേണ്ടവർ. പോകാമല്ലേ? എന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് മുന്നോടിയാണ് നീ. സ്നേഹമരം പൂവണിഞ്ഞേ പല നിറത്തിൽ പൂവിറങ്ങി പൂക്കളെല്ലാം ഒത്തുചേർന്ന ഒരു നിറമായി എന്തൊരു വാസന മന്മഥൻ വാസന ചട്ടങ്ങൾ മാറി പുതുവെളിച്ചം മതമൊന്ന് ജാതിയൊന്ന് ജാതകമൊന്നേ നെഞ്ചിനക പത്തായത്തിൽ 10 നിറപ്പൊന്നേ